തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ വൈദികന് ദാരുണാന്ത്യം. സംഭവത്തിൽ ലിയോ 14 പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. ഗ്ലായ ഇടവക വികാരിയായ ഫാദർ പിയറി അൽറാഫിയാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തന്റെ വിശ്വാസികളെ സഹായിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഗ്ലായ ഗ്രാമത്തിൽ ഇസ്രായേൽ ടാങ്ക് ഷെല്ലാക്രമണം നടന്നപ്പോൾ പരിക്കേറ്റ ഒരു ഇടവകാംഗത്തെ സഹായിക്കാനായി ഓടിയെത്തിയതായിരുന്നു ഫാദർ പിയറി. മുറിവേറ്റയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ബോംബ് സ്ഫോടനം നടന്നത്. ഈ ആഘാതത്തിൽ മാരകമായി പരിക്കേറ്റ വൈദികനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാദർ പിയറിയുടെ മരണം വേദനയുണ്ടാക്കുന്ന വലിയൊരു നഷ്ടമെന്നാണ് ലിയോ 14 മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. സമാധാനത്തിന്റെ വക്താവായി നിലകൊള്ളുകയും പാവപ്പെട്ടവരോടും മുറിവേറ്റവരോടും കരുണ കാണിക്കുകയും ചെയ്ത ഒരു പുരോഹിതന്റെ ജീവൻ നഷ്ടപ്പെട്ടത് സഭയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാണെന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെയും ആരാധനാലയങ്ങളെയും ബാധിക്കുന്നതിൽ മാർപ്പാപ്പ ആശങ്ക രേഖപ്പെടുത്തി. യുദ്ധം രൂക്ഷമായതോടെ ഗ്രാമവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തന്റെ ജനങ്ങളെ തനിച്ചാക്കി പോകാൻ ഫാദർ പിയറി തയ്യാറായിരുന്നില്ല. ഞങ്ങൾ ഈ മണ്ണ് വിട്ടുപോകില്ല, ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു. ഈ ദാരുണമായ സംഭവം തെക്കൻ ലെബനനിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് നിസ്സഹായരായ ജനങ്ങൾക്ക് താങ്ങായി നിന്ന ഒരു വൈദികൻ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനും നിരപരാധികളെ സംരക്ഷിക്കാനും ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു.